ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അവലും ചെറുപയറും കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കപ്പ് അവലെടുത്തിട്ടുണ്ട് കേട്ടോ. തിന്നായിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ 2 കപ്പ് അവലിന് 1 കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഏതിലാണോ അവലിൻ്റെ അളവെടുക്കുന്നത് അതേ അളവിൽ തന്നെ 1 കപ്പ് ചെറുപയറും കൂടെ എടുത്ത് അത് ഇതാ 1 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. കഴുകിയതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് ഇട്ടിരുന്നു. അതേ വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിലോട്ട് ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമേ. ഉപ്പും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 2 വിസിൽ കേട്ടോ. 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും പയർ ഒരു 70% ഒന്ന് വെന്ത് കിട്ടുമേ. അത്രയും മതിയാവും കേട്ടോ. അതിനുശേഷം നമുക്ക് മാറ്റി പ്രഷർ പോയതിന് ശേഷം നമുക്കിതെടുക്കാമേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. ഇനി തിക്കായിട്ടുള്ള അവലാണെങ്കിൽ ഈ സമയം തിക്കായിട്ടുള്ള അവൽ നമ്മളൊന്ന് കുതിർക്കാനായിട്ട് ഇട്ട് എടുക്കണം കേട്ടോ. കഴുകിയതിന് ശേഷം ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ട് മാറ്റി വയ്ക്കണമേ. അപ്പോൾ എൻ്റേത് തിന്നായിട്ടുള്ള അവലായതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ ഞാൻ കുക്കറിൽ 2 വിസിൽ വന്ന് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പച്ചക്കപ്പലണ്ടിയാണ്. അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് റിമൂവ് ആയി തുടങ്ങും. അതായത് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച് ചൂടാറാനായിട്ട് വെച്ചേക്കാമേ. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് മുതൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാമേ. അതെല്ലാം കൂടെ ഇട്ട് അതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒരു ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഡയറ്റ് നോക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കോമ്പിനേഷൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഒരു പപ്പടവും കൂടെ വെച്ച് കഴിച്ചാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പിയായേ. നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ലൊരു ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അതാ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് 1 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ട് ഇത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അത് നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ അതാ പച്ചമുളകും സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്കിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, ഡയറ്റ് നോക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പയറും അവലും തമ്മിൽ എന്തെങ്കിലും ഒരു കോമ്പിനേഷനുള്ള റെസിപ്പി എന്തെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. അപ്പോഴത്തേക്ക് നമ്മളിതാ എടുത്തു വെച്ചിട്ടുള്ള കപ്പലണ്ടി നല്ലോണം ഒന്ന് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലോണം അതൊന്ന് പൊടിച്ചെടുക്കാമേ. കണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കപ്പലണ്ടി വേണ്ടത്. ആ ഒരു പൊടി നമ്മൾ ഈ റെസിപ്പിയിലോട്ട് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് പച്ച കപ്പലണ്ടി ആണെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് വറുത്ത കപ്പലണ്ടിയാണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 കൈപ്പിടി അളവ് തേങ്ങ തിരികെ ചേർക്കാം കേട്ടോ. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാമേ.
അപ്പോൾ അതാ 2 ടീസ്പൂൺ 2 കൈപ്പിടി അളവ് തേങ്ങ തിരികെ ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവലിട്ട് കൊടുക്കാം കേട്ടോ. അവലിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാമേ. ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടി ആ പൊടി നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ, അവലൊക്കെ നല്ല രീതിയിലൊന്ന് കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടിയുടെ പൊടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടുക, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ്റെ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടവും കൂടെ വെച്ച് ഇതിനോടൊപ്പം ഒന്ന് പൊടിച്ച് അങ്ങ് കഴിച്ചാലുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ഇറ്റ്. ഓക്കെ, അപ്പോൾ അതാ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് ആവശ്യമെങ്കിൽ ആഡ് ചെയ്യാമേ. നമ്മൾ പയറ് വേവിച്ച സമയത്ത് ഉപ്പിട്ടിരുന്നു കേട്ടോ. ഇനി നമ്മൾ അത് കണക്കാക്കി കുറച്ച് ഉപ്പും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പയറ് 2 മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിലാണ് എടുത്തിട്ടുള്ളത്. വിസിൽ വന്നതിന് ശേഷം നമ്മളത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊന്ന് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം അത് അരിച്ച് വെച്ചിട്ടുണ്ട്. അത് അരിച്ച് വെച്ചത് നമുക്ക് ഈ സമയം നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ അങ്ങ് വറ്റി റെഡിയായി വന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലും ചെറുപയറും കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.